ഇന്നിപ്പോൾ ഇ പി ജയരാജൻ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് കോൺഗ്രസിന്റെ MLA രാജിവെച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് രാജി ആവശ്യപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. മന്ത്രി കെ എൻ ബാലഗോപാൽ രാഷ്ട്രീയ പ്രേരിതമാണ് രാജി ആവശ്യമെന്ന് ഇന്നലെ പറഞ്ഞു. വളരെ പ്രധാനമായൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇങ്ങനെ പ്രതിരോധം ചമയ്ക്കുക വഴി ഈ കാര്യങ്ങളെ ആകെ തന്നെ റദ്ദ് ചെയ്യാതിരിക്കാൻ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായും അഭിലാഷേ, നമ്മുടെ ഈ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ ഗവൺമെന്റ് എടുക്കുന്ന എഫേർട്ടിനെ വളരെ ചെറുതായി കാണാനുള്ള ശ്രമം നടത്തുന്നു. അഭിലാഷിനറിയില്ല, ഈ പാനൽ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാർ അഭിഭാഷകരാണ്. സാധാരണഗതിയിൽ ഈ 376, 354 പഴയ നിയമപ്രകാരം IPC പ്രകാരമുള്ള ഒഫൻസുകളിൽ ഒരു ഇത്രയും ഡിലേ ഉണ്ട്. 4-5 വർഷം പഴക്കമുള്ള 10 വർഷം പഴക്കമുള്ള ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയാൽ സാധാരണഗതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവില്ല. നമ്മൾ എത്രയോ അനുഭവങ്ങളുണ്ട്. അവർ പറയും ഒന്ന് ഒരു മെഡിക്കൽ എവിഡൻസ് ഇപ്പൊ അവൈലബിൾ ആവില്ല, ഒരു മറ്റ് എവിഡൻസുകൾ ഒന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം, 150 പഴയ CRPC പ്രകാരം 154 പ്രകാരം ഈ ജില്ലാ പോലീസ് മേധാവിക്ക് നമ്മൾ തപ്പാലില് രജിസ്റ്റർ ആയിട്ട് നമ്മൾ പരാതി അയക്കണം. അവരും ഒരു പരിഗണന നൽകില്ല. അപ്പൊ നമ്മൾ ചെയ്യാം, മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി 200 CRPC പ്രകാരം കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ട് എടുക്കുക. അതായത് അത്രയും ഡിലേ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഗവൺമെന്റ് നിശ്ചയദാർഢ്യവും പോലീസിന്റെ നിശ്ചയദാർഢ്യം വളരെ വ്യക്തമാണ്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് എടുത്തത്. മുകേഷിനെതിരെയുള്ള കുറ്റകൃത്യം ഇന്നലെ നടന്നതല്ല, അല്ലെങ്കിൽ മുകേഷ് പ്രതിയായ കുറ്റകൃത്യം ഇന്നലെ നടന്നതല്ല, ഒരാഴ്ച മുമ്പ് നടന്നതല്ല, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇന്നിപ്പോ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കേസുകളിലും വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അങ്ങനെ ആയിട്ട് പോലും മുകേഷിന് ഒരു പരിഗണനയും സർക്കാർ കൊടുക്കില്ല. മുകേഷ് ആയതുകൊണ്ട് അയാളുടെ FIR ഇപ്പൊ രജിസ്റ്റർ ചെയ്യേണ്ട, നാളെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞില്ല. 3 കേസ് അയാൾക്കെതിരെ വന്നു. അതിനർത്ഥം എന്താ? ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ആർക്കെതിരെ ആരോപണം വന്നാലും എത്ര ഡിലേ ഉണ്ടായാലും ആ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ പ്രാപ്തമാകുന്ന രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം